കഞ്ചാവും സിന്തറ്റിക് ഡ്രഗുകളും മാത്രമല്ല പുതിയ തലമുറയെ ലഹരിയുടെ മായിക ലോകത്തേക്ക് എത്തിക്കുന്നത്. ഊർജ്ജവർദ്ധനവിനും ലൈംഗിക ഉത്തേജനത്തിനും ഉപയോഗിക്കുന്ന മരുന്നുകളും യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കുകയാണ്. ഇത്തരം മരുന്നുകൾ നിയമവിരുദ്ധമായി എത്തിക്കാൻ സംഘങ്ങളും സജീവമാണ്. കൊറിയർ സർവീസ് വഴി ഉത്തേജക മരുന്ന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ എത്തിച്ച് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയിരുന്ന യുവാവ് തൊടുപുഴയിൽ പിടിയിലായി. തൊടുപുഴ സ്വദേശി സുനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വിൽക്കാൻ പാടില്ലാത്ത മരുന്നുകളാണ് പിടിച്ചെടുത്തത്. തൊടുപുഴ സ്വദേശി സുനീഷിനെയാണ് നഗരത്തിലെ കൊറിയർ സ്ഥാപനത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറിയർ വഴി അനധികൃതമായി മരുന്നുകൾ എത്തുന്നുണ്ടെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഊർജ്ജവർദ്ധനവിനും ലൈംഗിക ഉത്തേജനത്തിനും ഉപയോഗിക്കുന്ന 10 മില്ലിയുടെ 150 പാക്കറ്റ് ഇഞ്ചക്ഷനുകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ശരീരത്തിന് ഉത്തേജനം നൽകുന്നതും അമിതമായി കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതുമായ മരുന്നുകളാണ് ഇയാൾ വിറ്റഴിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള മരുന്നുകളുടെ അമിത ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും ഹൃദയാഘാതം ഉണ്ടാക്കുന്നതിനും കാരണമാകുമെന്നും ഡ്രഗ്സ് കൺട്രോൾ അധികൃതർ പറഞ്ഞു. നമുക്കൊരു കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് ഇവിടെ തൊടുപുഴയിലെ ഒരു കൊറിയർ ഏജൻസിയിൽ ഞങ്ങൾ പരിശോധന നടത്തുകയും സംയുക്തമായിട്ട് പരിശോധന നടത്തുകയും അവിടെ നിന്ന് ടെർമാക് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, അതായത് മെഫെൻറ്റെർമിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ അത് കൊണ്ടുപോകാൻ വന്ന ആള് സഹിതമാണ് ഞങ്ങൾ പിടിക്കുകയുണ്ടായി. ഞങ്ങൾ സംയുക്തമായിട്ട് പിടിച്ചു. അദ്ദേഹമാണ് അതിൻ്റെ ആള്. അദ്ദേഹത്തിൻ്റെ പേര് സുനീഷ് എന്നാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പലതവണയും ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് പോലീസ് പിടിച്ചിട്ടുണ്ട്. പിടിച്ച് ഞങ്ങൾക്ക് ട്രക്ക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. എക്സൈസുകാർ പിടിച്ച് ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കേസെടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ പരിപാടി ചെയ്യുന്ന ആളാണ്. പാലായിലും തൊടുപുഴയിലും മെഡിക്കൽ ഷോപ്പുകൾ നടത്തിയിരുന്ന ആളാണ് പ്രതി. അവിടെ അനധികൃതമായി ഉത്തേജക മരുന്നുകൾ വിറ്റതിന് ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് ഇയാളുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഓൺലൈൻ വഴി മരുന്നുകൾ വാങ്ങിച്ച് അനധികൃത വിൽപ്പന നടത്തുകയായിരുന്നു സുനീഷ്. കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരെ ഉപയോഗിച്ച് ഇയാളെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിലാണ് സുനീഷ് പ്രധാനമായും മരുന്ന് വിറ്റിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.